നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അക്ഷയതൃതീയയാണ് വരാൻ പോകുന്നത് ഏപ്രിൽ 30. അന്നേ ദിവസം കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ രാജയോഗം രൂപം കൊള്ളാൻ പോവുകയാണ്. അക്ഷയതൃതീയ ദിനത്തിൻ്റെ പ്രത്യേകത തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. സ്വർണം, വെള്ളി തുടങ്ങിയ ആഭരണങ്ങളൊക്കെ വാങ്ങുന്നതിനും അതേപോലെ ഐശ്വര്യലബ്ധി, ധനനേട്ടം ഒക്കെ തുടങ്ങാൻ പോകുന്നതിനും ഒക്കെ സൂചകമായിട്ടുള്ള ദിനമാണ്. അതിൻ്റെ ഫലമായി ഈ 3 രാശിയിലുള്ള 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് രാജയോഗമാണ് രൂപം കൊള്ളാനായി പോകുന്നത്. ഇതിൻ്റെ ഫലമായി ഐശ്വര്യം, സമ്പത്ത്, സമൃദ്ധി, നേട്ടങ്ങൾ, വിദ്യാവിജയം, ഉത്തമ സന്താന ലബ്ധി, തടസ്സങ്ങൾ നീങ്ങുക, ഭാഗ്യം അനുകൂലമായി വരിക തുടങ്ങിയ കാര്യങ്ങൾ അക്ഷയതൃതീയ ദിനത്തിൽ ഈ 9 നക്ഷത്രക്കാരെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി ധാരാളം നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതുമാണ്. മറ്റുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളാണ് വരുന്നത്. ഈ നക്ഷത്രക്കാരെക്കുറിച്ചുള്ള തുടർന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. 2025 ഏപ്രിൽ 30 ഈ വർഷത്തെ അക്ഷയതൃതീയ വരുന്നത്. അന്നേ ദിവസം വളരെയധികം സൗഭാഗ്യങ്ങൾ ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകയിരം ഈ 3 നക്ഷത്രക്കാർക്കാണ്. ഗ്രഹസ്ഥാനപ്രകാരം നോക്കുമ്പോൾ ഈ ഇടവം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഭഗവാൻ, ഭഗവതി തുടങ്ങിയ ദേവീ ദേവന്മാരുടെയൊക്കെയും അനുഗ്രഹം അന്നേ ദിവസം ഉണ്ടാകുന്നതിനാൽ ഐശ്വര്യലബ്ധി, സന്താന സൗഭാഗ്യം, നിരവധി നേട്ടങ്ങളാണ് തുടങ്ങാൻ പോകുന്നത്. കൂടാതെ ഭഗവതിയുടെയും കുബേര ഭഗവാന്റെയും അനുഗ്രഹം അന്നേ ദിവസം ഉള്ളതിനാൽ തന്നെ സമ്പത്തിന് ഇനി തുടർന്നുള്ള സമയങ്ങളിൽ ഒരു ലോഭവും ഉണ്ടാകില്ല, അതായത് ഒരു കുറവും ഉണ്ടാവുകയില്ല. ജീവിതത്തിൽ പല വഴികളിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതാണ്. ചെയ്യുന്ന പ്രവൃത്തിക്ക്, അതായത് ഇറങ്ങി പുറപ്പെടുന്ന പ്രവൃത്തികൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ്. ഏറെക്കാലമായി ചെയ്തു തീർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. ജോലികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. ജോലിസ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. അതേപോലെ തന്നെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുനിമിത്തം നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്ന് പ്രശംസ, അംഗീകാരം ഇതൊക്കെ നേടാൻ സാധിക്കുന്നതാണ്. പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ്. അത് നിങ്ങളുടെ കുടുംബപരമായി നോക്കുകയാണെങ്കിൽ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ നടക്കാനും അതുവഴി ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ ലഭിക്കാനുള്ള സമയമാകാം. അല്ലെങ്കിൽ കർമ്മമേഖലാ നേട്ടവും ഇവിടെ നമ്മൾക്ക് കണക്കാക്കാവുന്നതാണ്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് പ്രൊമോഷനൊക്കെയുള്ള സാധ്യത വരുമ്പോൾ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുകയാണ്. അതുപോലെ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്കും ഒരു ജോലി ലഭിക്കുമ്പോൾ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ കർമ്മമേഖല വളരെയധികം ശോഭനമായി തന്നെ കാണുന്നുണ്ട്, തെളിഞ്ഞിട്ടുണ്ട്. കൂടാതെ അക്ഷയതൃതീയയ്ക്ക് ശേഷമുള്ള സമയം പുതിയ ഗൃഹം വാങ്ങാനോ അല്ലെങ്കിൽ വീടിൻ്റെ തുടർ പണികളൊക്കെ പുനരാരംഭിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. പുതുവാഹനം വാങ്ങാനുള്ള യോഗം തെളിയുന്നുണ്ട്. ആഭരണാദി സിദ്ധി കാണുന്നുണ്ട്. നിക്ഷേപങ്ങൾ, എന്തെങ്കിലുമൊക്കെ സേവിങ്സുകൾ തുടങ്ങാൻ, ചെറിയൊരു ചിട്ടിയോ പാട്ടമോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് വലിയ വലിയ കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ചെറുതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നാളത്തേക്കുള്ള സേവിങ്സ് ആയിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഏപ്രിൽ 30 ശേഷം അക്ഷയതൃതീയ മുതൽ അന്നേയുള്ള ദിവസം മുതൽ അതൊക്കെ തുടങ്ങുന്നതിന് നല്ല സമയമാണ്. കാരണം അതിൽ നിന്ന് പിന്നെ വെച്ചടി ഉയർച്ച ഉണ്ടാകുന്നതാണ്. പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്നേ ദിവസം ശുഭകരമായ കാര്യങ്ങൾക്കൊക്കെ ഉത്തമം തന്നെയാണ്. തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്കും അക്ഷയതൃതീയ വളരെയധികം ഭാഗ്യങ്ങൾ നൽകുന്നുണ്ട്. അസുലഭമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടി എത്തുന്നതാണ്. ഒരുപാട് പ്രയാസമാണ്, കിട്ടില്ല എന്നൊക്കെ വിചാരിച്ച പല കാര്യങ്ങളും നിഷ്പ്രയാസം, ഒരു പ്രയാസവും കൂടാതെ നിങ്ങളിലേക്ക് എത്താൻ ഭഗവാന്റെ അനുഗ്രഹം ഈ ഒരു സമയമുണ്ടാകുന്നതാണ്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടാണ് അക്ഷയതൃതീയ ദിനം മുതൽ നേട്ടങ്ങൾ ഉണ്ടാകാനായി പോകുന്നത്. ഈ 3 രാശിക്കാർക്കും ലാഭമുണ്ടാകുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം ലാഭത്തിൻ്റെ സമയമാണ്. ഒരു പുതിയ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് അക്ഷയതൃതീയ ദിവസം വളരെയധികം ശുഭകരമായ ദിനമാണ്. അതുകൊണ്ട് തന്നെ പല നേട്ടങ്ങളും അന്നേ ദിവസം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന്, അന്നേ ദിവസം സ്വർണം വാങ്ങിക്കാവുന്നതാണ്, വെള്ളി ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്.
അപ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് അന്നേ ദിവസം കൊണ്ടുവരുന്നത് നിമിത്തം ഒരു വർഷക്കാലം, അടുത്ത അക്ഷയ തൃതീയ സമയം വരെയുള്ള ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സമ്പത്ത്, സമൃദ്ധി ഇതൊക്കെ ഫലമായിട്ട് പറയാവുന്നതാണ്. സ്വർണം വാങ്ങിക്കാൻ ഭയങ്കര വിലയായതിനാൽ അതിന് സാധിക്കാത്തവർക്ക് വെള്ളി ആഭരണങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒരു സ്വർണ്ണ പാദസരം അല്ലെങ്കിൽ ഒരു വെള്ളി പാദസരമാണെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അല്ല സ്വർണം മാത്രമേ പറ്റൂ എന്നല്ല, വെള്ളി ആഭരണങ്ങളും അല്ലെങ്കിൽ വെള്ളി കൊണ്ടുള്ള എന്തും നിങ്ങൾക്ക് അന്നേ ദിവസം വാങ്ങിക്കുന്നത് ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ പോവുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു അറുതിയാകാൻ പോവുകയാണ്. കാരണം കർമ്മമേഖല നേട്ടം കാണുന്നതിനാൽ എങ്ങനെ പോയാലും ജോലി ഉറപ്പ് തന്നെയാണ്. ഈ ഒരു സമയം പരിഹരിക്കപ്പെടാതെ പോയ പല കാര്യങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകുന്നതാണ്. ബന്ധങ്ങളിൽ വിള്ളലുകളുള്ളതൊക്കെ മാറി വീണ്ടും ബന്ധങ്ങൾ യോജിക്കാനുള്ള സമയമാണ്. അതേ പ്രത്യേകിച്ച് പറയുന്നത് പിതാവുമായോ അല്ലെങ്കിൽ പിതൃതുല്യരായോ, അതായത് അച്ഛന് സമമാണ് വലിയച്ഛന്മാർ, അങ്ങനെയുള്ള പിതൃതുല്യരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ പോകുന്ന സമയം കൂടിയാണ്. ആരോഗ്യം നല്ലതാവുന്ന ഉത്തമ ആരോഗ്യമുള്ള സമയം കൂടിയാണ്. പല ജോലികളും നിങ്ങൾക്ക് വിജയകരമായി ചെയ്തു തീർക്കാൻ സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങളിൽ പല കാര്യങ്ങളും പെൻഡിങ് ആയിട്ടുള്ളതൊക്കെ ഇനി ഒന്നേ എന്ന് തുടങ്ങി ആരംഭിച്ച് അത് വിജയത്തിലെത്തിക്കാനും നിങ്ങൾക്ക് അക്ഷയ തൃതീയ ദിനം മുതൽ സാധ്യമാകുന്നതാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കും വളരെയധികം പ്രത്യേകതകളുള്ള ഒരു അക്ഷയ തൃതീയയാണ് ഏപ്രിൽ മാസം 30 മുതൽ വരാൻ പോകുന്നത്. ജീവിതത്തിലെ സന്തോഷകാലം അന്നേ ദിവസം മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. കാരണം ലഗ്നഭാവത്തിലാണ് രാജയോഗങ്ങളൊക്കെ അന്നേ ദിവസം രൂപം കൊള്ളാൻ പോകുന്നതിനാൽ തന്നെ ബമ്പർ നേട്ടമാണ് കാത്തിരിക്കുന്നത്. അതായത് ലോട്ടറി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ശ്രമിച്ചാൽ വിജയം കണ്ടെത്താൻ സാധിക്കും. ശ്രമിച്ചാൽ എന്ന് പറയാൻ കാരണം ചില ആളുകൾക്ക് ലോട്ടറി എടുക്കുന്നതിനോട് വലിയ താല്പര്യം കാണില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ലോട്ടറി പോലെയുള്ള ഭാഗ്യ പദ്ധതികളിൽ പരീക്ഷണം നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ സ്ഥലമോ വാഹനമോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അന്നേ ദിവസം, അതായത് അക്ഷയ തൃതീയ ഏപ്രിൽ 30-നാണ്, ആ ദിവസം ഇതിൻ്റെ തുടർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉത്തമമായ ദിനമാണ്. ഒരുപാട് നാളായി കിട്ടാക്കടമായി നിൽക്കുന്ന ചില തുകകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് തുകയായിട്ട് ആകാം, ചിലപ്പോൾ സ്വർണ്ണങ്ങൾ, അതായത് സ്വർണ്ണാഭരണമൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്ത് പണയം വയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായം ചെയ്യുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ച് കിട്ടാതെ ഉള്ളത് ഈ ഏപ്രിൽ 30-ന് ശേഷം അക്ഷയ തൃതീയയ്ക്ക് ശേഷമുള്ള സമയം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നേതൃത്വ ഗുണം വർദ്ധിക്കുന്ന സമയമാണ്. നേതൃത്വ പാഠവം നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ്. അതൊക്കെ നിമിത്തം ജോലിയിൽ, അതായത് ടീം വർക്കായിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നേതൃസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു പദവി അലങ്കരിക്കാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്ക് വരുന്നതാണ്. കുടുംബത്തോടൊപ്പം സന്തോഷകരമായ സമയം ചിലവഴിക്കാനും അതുവഴി ഒരു ആനന്ദത്തിലേക്ക് എത്താനും നിങ്ങൾക്കിവിടെ യോഗം കാണുന്നുണ്ട്. ഇത് എന്തുകൊണ്ടെന്നാൽ ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം കൂടി അന്നേ ദിവസം നിങ്ങളിലേക്ക് ആരംഭമാകുകയാണ്. കൂടാതെ ധനത്തിൻ്റെ കാരകനായ കുബേര ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ ധനത്തിനോ അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങൾക്കോ ഒരു ലോഭമുണ്ടാവുകയില്ല. കടങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. അതേപോലെ സേവിങ്സ് വർദ്ധിക്കുന്നതാണ്. ജീവിതത്തിലൊരു സന്തോഷ സമയമാണ്. സന്തോഷം എന്തെന്ന് അറിയാതെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അറിയാതെ തള്ളി നീക്കിയ കുറച്ച് ദിനങ്ങളാണ് അല്ലെങ്കിൽ കുറച്ച് നാളുകളാണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നത്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, കുട്ടികൾക്കുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ, അങ്ങനെ പലവിധ പ്രശ്നങ്ങളാൽ മനസ്സാകെ കലുഷിതമായി കിടന്നിരുന്ന അന്തരീക്ഷം മാറി ഇവിടെ ലക്ഷ്മി ഭഗവതിയുടെയും കുബേര ഭഗവാന്റെയും അനുഗ്രഹമൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിനാൽ തന്നെ നേട്ടമാണ്, ഐശ്വര്യമാണ് അക്ഷയ തൃതീയ ദിനം മുതലുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇനി പറഞ്ഞ് ഈ അന്നേ ദിവസം നമ്മുടെ ഗൃഹത്തിലേക്ക് സ്വർണം, വെള്ളി തുടങ്ങിയ ആഭരണങ്ങളൊക്കെ വാങ്ങുന്നത് ഈ നക്ഷത്രക്കാർക്കെന്ന് മാത്രമല്ല എല്ലാ ആളുകൾക്കും ഉത്തമമായ കാര്യമാണ്. സ്വർണം വാങ്ങാൻ വളരെ വില ഇപ്പോൾ അധികരിച്ചിരിക്കുന്ന ഈ ഒരു വേളയിൽ പറ്റാതെ ഉള്ളവർ വെള്ളിയുടെ എന്തെങ്കിലും ഒരു മോതിരമോ അല്ലെങ്കിൽ ഒരു കുട്ടികളാണെങ്കിൽ ഒരു പാദസരം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെള്ളിയുടേത് വാങ്ങിച്ച്, മിഞ്ചിയാണെങ്കിൽ വാങ്ങിച്ചിടാവുന്നതാണ് സ്ത്രീകൾക്ക്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അന്നേ ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനും ഭഗവതി അമ്മ മഹാമായയുടെ അനുഗ്രഹം, കുബേര ഭഗവാന്റെ അനുഗ്രഹമൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിനും അത് സഹായിക്കുന്നതാണ്. അന്നേ ദിവസം അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ദാനം ചെയ്യുന്നതും ഉത്തമമായ ഫലങ്ങളെ നൽകും. അതേപോലെ ഗൃഹത്തിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നതും ഫലങ്ങൾ നൽകും. ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അന്നേ ദിവസം അങ്ങനെ ചെയ്യുന്നതും ഉത്തമമായ ഫലങ്ങളെ നൽകുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.